ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഡെയിലി മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. നമുക്കിപ്പോൾ നിഫ്റ്റിക്കാണെങ്കിലും ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിലും ഇപ്പോൾ ഒരു കറക്ഷൻ വന്നോ എന്നുള്ള കാര്യത്തിലാണ് എല്ലാവരും ഡൗട്ട് അടിച്ചിരിക്കുക. നമുക്ക് മേളിലേക്ക് ഇനി ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യണ പോലെ ഉണ്ട്. ആൻഡ് മീൻസ് ഒരു ഫോൾ ആയോ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് മീൻസ് ഇന്നത്തെ മാർക്കറ്റ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ഒരു സൈഡ് വൈസ് മാർക്കറ്റും കൂടി ആയിരുന്നു. ബിക്കോസ് കുറച്ചും കൂടി നിഫ്റ്റി ഒരു ബിയറിഷ്നെസ് കുറച്ചും കൂടി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ മെയിൻ സപ്പോർട്ട് എവിടെയാണ് ആൻഡ് ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ അനാലിസിസിൽ നോക്കാം. അപ്പോൾ നമ്മൾ ഡെയിലി മാർക്കറ്റ് അനാലിസിസ് ആദ്യം ഒന്ന് ചെയ്തിട്ട് ദെൻ പിന്നെ നമുക്ക് നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങളും പ്ലസ് നമുക്ക് എവിടെയാണ് നല്ലൊരു റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ഉള്ളതെന്നുള്ളതൊക്കെ നമുക്ക് ഇതാക്കാം. ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു. ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെ മീൻസ് ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ്. ദെൻ കറൻ്റ്ലി നമുക്ക് തന്നെ അറിയാം മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഫ്ലാറ്റായിട്ട് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഈ ഒരു ടൈമിലൊക്കെ വെച്ച് പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു ക്വിക്ക് ഫാളിനൊക്കെ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ബട്ട് ക്വിക്ക് ഫാളൊന്നും ഉണ്ടായില്ല. ബട്ട് സ്ലോലി മാർക്കറ്റ് ഡൗൺ ആയി. ആൻഡ് ഇത് നമ്മൾ പറഞ്ഞല്ലോ 22,600 എന്ന സ്ട്രാഡൽ ഫോർമേഷൻ പോലെ വന്നിട്ടുണ്ടെന്ന്. 22,650 അവിടെ 600-ന് ഒരു 50 പോയിൻറ്റ്സ് അപ്പായിട്ട് നിഫ്റ്റി കുറച്ചൊന്ന് മീൻസ് സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിട്ട് ആ ലെവലിൽ ഫോം ചെയ്തേക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസിൽ നമുക്ക് ഇന്നത്തെ അനാലിസിസിൽ പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് ഒന്ന് നോക്കാം. ഓൾമോസ്റ്റ് സെയിം ആണെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഫസ്റ്റത്തെ ഇനീഷ്യലായിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ശേഷം കുറച്ചൊന്ന് മേളിലേക്ക് പോയി, പിന്നെ സ്ലോലി ആയിട്ട് തന്നെ ഡൗൺ സൈഡിലേക്ക് വന്നു. ബട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ക്യാൻഡലിൻ്റെ, അതായത് ഓപ്പൺ ചെയ്ത ക്യാൻഡലിൻ്റെ ആ ലെവലിൽ തന്നെ ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലോസ് ആയതുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിച്ച് കാണും എന്ന് വിചാരിക്കുന്നു. ആൻഡ് കംപ്ലീറ്റ്ലി നമുക്ക് സോണൊക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി ടെലഗ്രാം ചാനലിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്കറിയാം ഇൻസൈഡ് ദ സോണും കൂടി ആയിരുന്നു ബാങ്ക് നിഫ്റ്റി ഇന്ന് ട്രേഡ് ചെയ്തത്. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ ഇൻട്രാഡേ അനാലിസിസിൽ നമുക്ക് പറയാൻ കഴിയുക. നിഫ്റ്റി ആയിരുന്നു കുറച്ചും കൂടി ഒരു ഡേയിലൊക്കെ ബ്രേക്ക് ചെയ്ത് കുറച്ചും കൂടി താഴേക്ക് വന്നു. ബട്ട് 22,600 എന്ന സ്ട്രാഡൽ ഫോർമേഷനിലാണ് നിഫ്റ്റി ഇന്ന് അവസാനിച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇത് നോക്കാം. നമുക്ക് OA ചാർട്ട് വെച്ചിട്ട് നോക്കാം. നമുക്ക് നാളെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി രണ്ടിൻ്റെയും വീക്ക്ലി എക്സ്പയറിങ് കൂടിയാണ് നാളെ. അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കാണും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ആദ്യം ബാങ്ക് നിഫ്റ്റിയുടെ നോക്കാം. ബാങ്ക് നിഫ്റ്റിക്ക് ഇപ്പോൾ കറൻ്റ്ലി 48,700 സ്ട്രാഡിൽ ഉണ്ട്. ബട്ട് നമ്മൾ നോക്കേണ്ടത് അവിടെ വലിയൊരു സ്ട്രാഡിൽ ഫോർമേഷനൊന്നും അല്ല. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ 49,000 നല്ല റെസിസ്റ്റൻസും 48,500 ചെറിയ ഒരു സ്ട്രാഡിൽ, അതായത് ചെറിയൊരു കോൾ റൈറ്റിങ്ങും അവിടെ ഒരു പുട്ട് മീൻസ് അവിടെയാണ് ഒരു ഫസ്റ്റ് ഇനീഷ്യൽ സപ്പോർട്ടായിട്ട് 48,500 to 49,000 ആണ്. ആ റേഞ്ചിൽ തന്നെയാണ് അവിടെ ഒരു കോൾ ബിൽഡിംഗ് ആയിട്ട് വരുന്നതും കാണാം. അപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റിനെ നോക്കാം. ബാങ്ക് നിഫ്റ്റിക്ക് നോക്കുമ്പോൾ 48,500 നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് 48,500 രണ്ടെണ്ണം, അതായത് മാക്സിമം ഇപ്പോൾ നമുക്ക് സപ്പോർട്ടാണെങ്കിലും ദെൻ നമുക്കിപ്പോൾ കോൾ റൈറ്റിങ്ങും കൂടി അവിടെ ചെറുതായിട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 48,500 അത് കാണാം. ദെൻ 49,000 ആണ് നമുക്ക് ഇപ്പോൾ വന്ന കറൻ്റ്ലി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 49,000 ആണ്. അപ്പോൾ 49,000 നമുക്ക് ഇത് വെക്കാം, നമുക്ക് റെസിസ്റ്റൻസ് അവിടെ വെക്കാം. ആൻഡ് ഓക്കെ 49,000 നമുക്ക് റെസിസ്റ്റൻസ് ഉള്ളത്. ദെൻ 48,000 നമുക്ക് സപ്പോർട്ടുണ്ട്. 48,500 നമ്മൾ പറഞ്ഞു ചെറിയൊരു കോളും കൂടി ആയിട്ടാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ആൻഡ് അപ്പോൾ അത് നമ്മൾ 48,500 അവിടെ കോൾ ബിൽഡിങ് വരുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. ദെൻ 48,000 പിന്നെ നമുക്ക് നല്ല സപ്പോർട്ടുള്ളത്. ആൻഡ് അവിടെയും നമുക്ക് ചെറിയ കോൾ റൈറ്റിംഗ് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ സ്ലൈറ്റ്ലി കോൾ റൈറ്റിംഗ് ആണ്. അവിടെ മാക്സിമം നമുക്ക് പുട്ട് റൈറ്റിംഗ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാവുന്ന ഏരിയയാണ്. അപ്പോൾ ഓവറോൾ നോക്കുക 49,000 to 48,000 വരെയും ഒരു 1,000 റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിലും സ്ട്രാഡിൽ ഫോർമേഷൻ അധികം സംഭവിക്കുന്നത് 48,500 അപ്പോൾ നമുക്ക്
കൺസോൾട്ടേഷൻ വന്നാൽ ഈ ഒരു ലെവലിൽ ശ്രദ്ധിക്കാൻ നോക്കുക. ഈ ഒരു ലെവലിൻ്റെ ഇന്നും കണ്ടില്ലേ 600-ൽ നമുക്ക് കൺസോൾട്ടേഷൻ വന്നു. ആ ഒരു ലെവലിലാണ് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഒന്നും കൂടി പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് അവസാനിച്ചു. ബിക്കോസ് അവിടെ നമുക്കൊരു കൺസോൾട്ടേഷൻ റേഞ്ചും കൂടി ആയിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ നാളെ ശ്രദ്ധിക്കുക. പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കൺസോൾട്ടേഷൻ ലെവൽ പറഞ്ഞ് 48,500 ആണ്. 49,000 നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഓപ്പൺ ആവണമെങ്കിൽ ക്വിക്ക് ഫാൾ താഴേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് അതല്ല, അവിടെ നിന്ന് വേണമെങ്കിൽ അത് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകണമെങ്കിലും പിന്നെ നമുക്ക് നല്ലൊരു റാലിക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് അതിന് വളരെ ചാൻസ് കുറവാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. 48,000-ലാണ് ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളാണ് ബാങ്ക് നിഫ്റ്റിക്ക് നമ്മൾക്ക് നാളത്തേക്കുള്ള ലെവൽസ്, ലെവൽസ് വെച്ചിട്ട് ബാങ്ക് നിഫ്റ്റീനെ നമുക്ക് വീക്കിലി എക്സ്പയറിയും കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ. ദെൻ ഇനി നമുക്ക് നിഫ്റ്റീനെ നോക്കാം. നിഫ്റ്റിയിൽ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, നിഫ്റ്റിക്ക് കുറച്ചും കൂടി നല്ലൊരു പുട്ട് റൈറ്റിംഗ് ഒന്നും നല്ല ഹെവിയിൽ കാണാൻ കഴിയുന്നില്ല. ബട്ട് നമ്മൾ ഇന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു 22,700-ൽ സ്റ്റിൽ പുട്ട് റൈറ്റിംഗ് നിൽക്കുന്നുണ്ട്. അപ്പോൾ 22,600 ആണ് നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. 22,600 ആണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അതിൻ്റെ മെസ്സേജ് കൊടുത്തിരുന്നു. വൺസ് അത് അതായത് ഡിമാൻഡ് സോൺ ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിലും നമുക്ക് ടെലിഗ്രാം ചാനലിൽ കാണാം. ഡിമാൻഡ് സോൺ ബ്രേക്ക് ഔട്ട് ആയതിന് ശേഷം തന്നെ നോക്കുമ്പോൾ നല്ല ഒരു പുട്ട് റൈറ്റിംഗ് അവിടെ കാണാം. ആൻഡ് അതോടൊപ്പം നമുക്ക് 22,700-ലും കാണാം, നല്ലൊരു പുട്ട് റൈറ്റിംഗ് കാണാം. ബട്ട് ഇപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് കുറച്ചൊക്കെ പുട്ട് അവിടെ അൺവൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനിയും അൺവൈൻഡ് ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടി താഴേക്ക് പോകാനുള്ള സെൻറ്റിമെൻറ്റ് ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. 22,500 ഇനീഷ്യലായിട്ട് നല്ലൊരു പുട്ട് റൈറ്റിംഗ് 22,500-ലാണുള്ളത്. അത് കഴിഞ്ഞിട്ട് 22,600 അവിടെ കോൾ റൈറ്റിങ്ങും കുറച്ച് കയറി വരുന്നു. 22,650-ൽ ഇപ്പോൾ കറൻ്റ്ലി കുറച്ചൊന്ന് കൺസോൾട്ടേഷൻ പോലെയാണ്. അവിടെ നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ആൻഡ് 22,700-ലും നമുക്ക് പുട്ട് റൈറ്റിംഗ് അവിടെ ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വൺസ് 22,700-ൽ നിന്നെങ്ങാലും നമുക്ക് 22,600-ൽ നിന്ന് ഫോളോ ആയാൽ ആ 700 എന്നുള്ള ലെവലിൽ കുറച്ചും കൂടി ഒരു ഫോളോ വരാനുള്ള ചാൻസ് അധികമാണ്. അപ്പോൾ 22,700-ൽ നമുക്ക് ഇപ്പോൾ കോളുണ്ട്. ആൻഡ് അതിൻ്റെ തൊട്ട് മേളിൽ തന്നെ നമുക്ക് പുട്ട് റൈറ്റിങ്ങും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ ലൈറ്റായിട്ട് പുട്ട് റൈറ്റിംഗ് കൊടുക്കുന്നുണ്ട്. ദെൻ ഇനി നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് ഇനി 22,600 ആണ്. 22,600-ൽ കോൾ റൈറ്റിംഗ് പ്ലസ് പുട്ട് റൈറ്റിംഗ് ആണ്. അവിടെ കുറച്ചും കൂടി ഹെവി ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് കോൾ റൈറ്റിംഗ് ആണ് എന്ന് മാത്രം. പുട്ട് റൈറ്റിംഗ് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. പുട്ട് റൈറ്റിംഗ് തന്നെയാണ്. ആൻഡ് അടിയിലാണ് കോൾ റൈറ്റിംഗ് ഉള്ളത്. ദെൻ ഇനി നമുക്ക് 22,500 നോക്കാം. 22,500-ൽ സ്ലൈറ്റ്ലി കോൾ റൈറ്റിംഗ് ആണ്. അവിടെ നമുക്ക് അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് അവിടെ മാക്സിമം നമുക്ക് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ലെവലാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഇനീഷ്യലായിട്ട് നോക്കുന്നത്. 22,700-ൽ നമുക്ക് പുട്ട് റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് ഓപ്പൺ ആവുന്നതെങ്കിലും ഇവിടെയും കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് മറക്കാണ്ടിരിക്കുക. ആൻഡ് 22,500-ൽ വന്നാലും കൺസോൾട്ടേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം സപ്പോർട്ട് 22,500 ആണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് റീബൗൺസിനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് മാക്സിമം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 23,000-ൽ തന്നെയാണ് നിൽക്കുന്നത്. 23,000-ലാണ് നമുക്ക് ഹെവി കോൾ റൈറ്റിംഗ് ഉള്ളത്. അപ്പോൾ 23,000 അല്ലെങ്കിൽ 22,700-ൻ്റെ മേളിൽ വന്നാൽ നമുക്കൊരു പുൾ ഡൗൺ അവിടെ നിന്ന് ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ഇവിടെ നമുക്ക് കൺസോൾട്ടേഷൻ റേഞ്ചാണ്. കൺസോളിഡേഷൻ റേഞ്ചിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബിക്കോസ് അതിന് വേണ്ടിയാണ് നമ്മൾ സ്ട്രാഡിൽ ഫോർമേഷനൊക്കെ വരയ്ക്കുന്നത്. അവിടെ നിന്നുള്ള ബ്രേക്ക് ഡൗണോ ബ്രേക്ക് ഔട്ടോ നമുക്ക് എങ്ങനെ തരും എന്നുള്ള കാര്യങ്ങളാണ് മാക്സിമം നമുക്ക് നാളത്തെ മൂവ്മെൻറ്റിനൊക്കെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ അൺവൈൻഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് അവിടുത്തെ അൺവൈൻഡിങ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവുള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ അവിടെ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾക്ക് നമുക്ക് നേരത്തെ ഒരു അറിവില്ല എങ്കിൽ നമ്മൾ അവിടെ ഓപ്പോസിറ്റ് ട്രേഡിന് വേണ്ടി നമ്മൾ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. റെസിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി 23,000-ൽ റെസിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. സ്ട്രാഡൽ ഫോർമേഷൻ 2 സ്ട്രാഡൽ ഫോർമേഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 എവിടെയാണ് ഓപ്പൺ ആവുന്നത് ആ ലെവലിൽ എങ്ങനെ ഓപ്പൺ ആവും നമുക്ക് ഇത്രയും ദിവസമായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഇത് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും. മാർക്കറ്റ് ആ ലെവലിൽ ഓപ്പൺ ചെയ്താൽ കൺസോൾട്ടേഷൻ പോകുന്നതും അതിൻ്റെ മേലിൽ വന്നാൽ ഒരു ക്വിക്ക് സെൽ ഓഫ് വരുന്നതും അതിൻ്റെ താഴെ വന്നാൽ ഒരു ക്വിക്ക് റീബൗൺസ് ഒക്കെ വരുന്നതും ഇത്രയും ദിവസത്തെ ഇതിൽ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാകും എന്ന്
വിചാരിക്കുന്നു. അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അനാലിസിസിൽ വെച്ചിട്ട് നമുക്ക് നാളത്തേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. ദെൻ ഇനി നമുക്ക് FIDA ഡാറ്റ ഒന്ന് നോക്കാം. FIDA ഡാറ്റയിൽ നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ FIS ഇന്ന് കുറച്ചൊന്ന് ബുള്ളിഷ് ആയിട്ടുണ്ട്. ഇന്നലെ ശരിക്കും രണ്ടും അൺവൈൻഡിങ് ആയിരുന്നു. കോൾ ആൻഡ് പുട്ട് അൺവൈൻഡിങ് ആയിരുന്നു. ഇന്ന് കുറച്ചും കൂടി ഒരു ലോങ് ആയിട്ടുണ്ട്. ഏകദേശം ഇന്നലത്തേക്ക് അവസ്ഥയിലൊക്കെ തന്നെയാണ് എന്ന് പറയാം. ബട്ട് ഇവിടെ നമുക്ക് കുറച്ച് പോസിറ്റീവ് തിങ് എന്ന് പറയുന്നത് കുറച്ച് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ബൈങ് വരുന്നുണ്ട്. അത് ഒരു പോസിറ്റീവ് തിങ് ആണ്. ദെൻ നമുക്ക് ഇൻഡെക്സ് ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോഴും അവർ ലോങ്ങിലേക്കാണ്. കോൾ ആൻഡ് പുട്ട് രണ്ടും ലോങ്ങിലേക്കാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ആൻഡ് സെല്ലിങ് കുറച്ച് കുറഞ്ഞിട്ട് അവിടെ നമുക്ക് ഫ്യൂച്ചേഴ്സ് ഓയിലും അതായത് ഒരു ബൈങ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു പോസിറ്റീവിലേക്ക് FIS മാറുന്നുണ്ട്. അവിടെ നമുക്ക് പോസിറ്റീവ് കാണുമ്പോൾ DAS പ്രോ ഒന്ന് നെഗറ്റീവിലേക്ക് വരാനുള്ള ചാൻസൊക്കെ കുറച്ച് കൂട്ടി വരുന്നു. നമുക്ക് കോൾ അൺവൈൻഡിങ് കാണാം. ലോങ്ങിലേക്ക് ചെറിയ പുട്ടാണെങ്കിൽ അവർ ലോങ്ങിലേക്ക് വരുന്നു. സ്റ്റിൽ അവരുടെ സെല്ലിങ് കുറച്ചൊന്ന് കൂട്ടി വരുന്നു. അപ്പോൾ അതൊന്ന് നോക്കുക. ദെൻ അവർ പ്രോയിൽ കോളിൽ വെച്ച് നോക്കുമ്പോൾ കോളും അവർ പുട്ടാണ് മാക്സിമം ഒരു അൺവൈൻഡിങ് കോള് കുറച്ച് അൺവൈൻഡ് ചെയ്തിട്ടുണ്ട്. അതും നെഗറ്റീവ് ആണോ എന്ന് വെച്ചാൽ കുറച്ച് ഇവിടെ നമുക്ക് ലാർജ് അൺവൈൻഡിങ് വന്നേക്കുന്നത് പുട്ടാണ്. അത് കുറച്ചൊന്ന് പോസിറ്റീവ് ഉണ്ട്. ബട്ട് ഏകദേശം ഈക്വൽ എമൗണ്ട് ആയതുകൊണ്ട് അത് ന്യൂട്രലാണ് ആവാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് അതല്ലാണ്ട് നമ്മൾ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ നമുക്ക് സെല്ലിങ് കുറച്ചുകൂടി വരുന്നത് നമ്മൾ ലാസ്റ്റ് തന്നെ 5th ഏപ്രിൽ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ബൈയിങ് അല്ല കാണുന്നത്. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലൊക്കെ സെല്ലിങ് ആണ് കാണുന്നത്. അപ്പോൾ അതായത് ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ രണ്ടും നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു വോളറ്റൈൽ മൂവ്മെൻറ്റിനുള്ള ചാൻസ് നാളെ ഉണ്ട് എന്നർത്ഥം. നാളെ എക്സ്പയറി ആണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ. ആൻഡ് ക്യാഷ് മാർക്കറ്റിൽ നോക്കിയാൽ FIS ഇന്നലെ പോസിറ്റീവ് ആയിരുന്നു. ഇന്നലെ നെഗറ്റീവ് ആയിരുന്നല്ലേ. ആൻഡ് 5th ഏപ്രിലായിരുന്നു കുറച്ചൊന്ന് പോസിറ്റീവ് ആയത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അവർ സെൽ സൈഡ് തന്നെ തുടരുകയാണ്. അവർ ബൈ സൈഡിലേക്ക് വന്നിട്ടില്ല. ആൻഡ് DAS ബൈയിങ് വരുന്നുണ്ട്. ഒരു 2,257 crore DAS ബൈ സൈഡ് വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇനി മാർക്കറ്റ് നമുക്ക് ഫോർവേഡ് ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കിയാൽ ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൽ നമുക്കൊരു മെസ്സേജ് കൊടുത്തായിരുന്നു ലാസ്റ്റായിട്ടുള്ളത്. നമുക്ക് ഇവിടെ നമുക്കൊരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഫോർമേഷനൊക്കെ വന്നിട്ടുണ്ട്. അവിടെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയാൽ നമുക്ക് ഇനി ഒരു പൊസിഷണൽ ട്രേഡ്, അതായത് ലിമിറ്റഡ് ലോ സ്ട്രാറ്റജി വെച്ചിട്ട് ഒരു പൊസിഷണൽ ട്രേഡ് നമുക്ക് നാളെ സെറ്റ് ചെയ്യാം. അവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം. അതല്ല എങ്കിൽ മീൻസ് നമ്മൾ വേണമെങ്കിൽ അവിടെ സൈഡ് വേസ് മാർക്കറ്റൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് നമുക്ക് ഒരു അതായത് നിഫ്റ്റിയുടെ ഒരു 4 hour ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കൺസോൾട്ടേഷൻ 2 റേഞ്ച് ഉണ്ട്. ആൻഡ് ഈ ഒരു 3 ക്യാൻഡിൽസ് നോക്കുക. നിഫ്റ്റിക്ക് ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് ഒരു പുൾ ബാക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ട് ഇനി മേളിലേക്കാണെങ്കിൽ ഈ ഒരു 22,700 ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇനി അതല്ല നമുക്ക് ഈ ഒരു ലോയാണ്, അതായത് ലാസ്റ്റത്തെ ഈ ഒരു ലോ, അതായത് 22,400 സംതിങ്, ഇത് നമുക്ക് ബ്രേക്ക് ആണെങ്കിൽ ഈ ഒരു ലോ നമുക്ക് ബ്രേക്ക് ഡൗൺ തരുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിഫ്റ്റിക്ക് ഒരു കറക്ഷൻ എന്തായാലും ഉണ്ടാവാനുള്ള ചാൻസ് അധികമുണ്ട്. അപ്പോൾ അത് നോക്കുക. ആൻഡ് എക്സാക്ട്ലി പറഞ്ഞാൽ ഒരു 500, അപ്പോൾ 500 റേഞ്ച് പിടിക്കാം. 500 താഴെ വന്നാൽ ഇതാണ് 500 ആണല്ലോ സപ്പോർട്ട്. അപ്പോൾ 500 താഴെ വന്നാൽ നമുക്ക് നെക്സ്റ്റ് ബൈ ലെവൽ കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെയാണ് നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു ബൈ സൈഡ് അല്ലെങ്കിൽ ഇനി ഒരു പുൾ ബാക്കിനുള്ള ഒരു ചാൻസ് നിഫ്റ്റിക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. ദെൻ ഇനി സെയിം തന്നെ ബാങ്ക് നിഫ്റ്റിക്കും കാണാം. ബാങ്ക് നിഫ്റ്റിയും ഇപ്പോൾ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് ഇൻഡിസിഷൻ ക്യാൻഡിൽ കഴിഞ്ഞു. ആൻഡ് അവിടെ നമുക്ക് റെഡ് അതായത് ഇൻഡിസിഷൻ ക്യാൻഡിലിന് ശേഷം വീണ്ടും ഒരു ഹാങ്ങിങ് മാൻ പാറ്റേണും കൂടി ഇവിടെ നമുക്ക് ഹാങ്ങിങ് മാൻ പാറ്റേൺ കാണാം. അവിടെ നമുക്ക് കൺഫർമേഷൻ ഇല്ലാത്ത കാണാം. വീണ്ടും പുൾ ബാക്ക് വന്നു. ഇവിടെ നമുക്ക് ഇവിടെ വരാൻ നേരത്ത് നമുക്ക് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലും അത് കഴിഞ്ഞിട്ട് ഒരു ഹാങ്ങിങ് മാൻ ക്യാൻഡിലും കൂടിയാണ് വന്നേക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഇനിയും നമ്മൾക്ക് ഇവിടെ ഒരു റെഡ് ക്യാൻഡിലാണ് ഇനിയും നമുക്ക് ഫോം ചെയ്ത് വരിക. അതായത് ഇവിടെ നമുക്കൊരു ക്ലോസിങ്ങും കൂടി കിട്ടുക, ഒരു റെഡിഷ് ക്യാൻഡിലാണ് കിട്ടുക, ഒരു നെഗറ്റീവ് ക്യാൻഡിലാണ് കിട്ടുക എങ്കിൽ ഡെഫിനറ്റ്ലി ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു സിങ് ഹൈ കഴിഞ്ഞിട്ട് ബാങ്ക് നിഫ്റ്റിക്കും ഒരു കറക്റ്റ് ചെയ്യാനുള്ള ചാൻസ്
അധികമായിട്ട് നിൽക്കുകയാണ്. ആൻഡ് ഓൾറെഡി നമ്മൾ ആ കറക്റ്റ് ചെയ്യാനുള്ള പോയിൻ്റൊക്കെ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അത് മീൻസ് അത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒന്നും കൂടി കമൻറ്റ് ചെയ്താൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. ഇനി അതല്ല, ഇനി ഇവിടെ വെച്ച് നമുക്ക് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഇനി വരുന്ന നമ്മുടെ ഡിസ്കൗണ്ട് പ്രീമിയം എന്ന് പറയുന്നത് നമുക്ക് 46,700 46,800 അടിയിലേക്ക് വരണം. ഇവിടെ ആയിരിക്കും നമുക്ക് നല്ലൊരു ബൈയിങ് റേഞ്ചൊക്കെ വരുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് നമുക്ക് ഈ ഒരു റേഞ്ച്, അതായത് 46,800 അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 47 to 46,800 ആ ഒരു റേഞ്ചിൽ നമുക്ക് ബൈയിങ് ക്യാൻഡിൽ വേണമെങ്കിൽ കാണാൻ പറ്റാവുന്നതാണ്. അപ്പോൾ അത്രയും ഒരു ഡൗൺഫാളിന്, അതായത് 48,700 to 46,800 ഓൾമോസ്റ്റ് 2,000 പോയിൻ്റ് അടുത്ത് ബാങ്ക് നിഫ്റ്റിക്ക് ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഹൈ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു പൊസിഷണൽ ട്രേഡ് എടുത്താൽ നമുക്ക് കുറച്ചും കൂടി നല്ല ടാർഗറ്റൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഹ്യൂജ് പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ട്രേഡ് സെറ്റപ്പൊക്കെ നമുക്ക് കാണാൻ കഴിയാൻ പറ്റാവുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾക്ക് ഇങ്ങനത്തെ ട്രേഡ് സെറ്റപ്പൊക്കെ വരിക എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഫോളോ, നാളത്തെ ടെലഗ്രാം ചാനൽ വന്നാൽ നമ്മൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് വന്നാൽ നമ്മൾ എന്തായാലും നാളെ അത് ചെയ്യും. ടെലഗ്രാം ചാനൽ നമ്മൾ ഇൻഫോം ചെയ്യും. ആൻഡ് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ടെലഗ്രാം ചാനൽ ഫോളോയും കൂടി ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടാം, നിങ്ങൾക്ക് ഇൻഫോർമേഷനൊക്കെ വാല്യുബിൾ ആണെന്ന് തോന്നിയാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുമെന്നും ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തെന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുമെന്നും വിശ്വസിക്കുകയാണ്. ആൻഡ് ഈ പറഞ്ഞ മാതിരി നമുക്ക് ഇങ്ങനത്തെ നല്ല മികച്ച ട്രേഡൊക്കെ വരുമ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചും കൂടി യൂട്ടിലൈസ് ചെയ്യാം. കുറച്ചും കൂടി നമുക്ക് എല്ലാ ദിവസവും ചാടി കയറി വെറുതെ ഇൻട്രാഡേയിൽ ഒരു 10, 15, 20 പോയിൻറ്റിന് വേണ്ടി മൽപ്പിടുത്തം പിടിക്കണേലൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മൾ എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടി ഒരു ലോങ് വിഷനിൽ നമുക്ക് നല്ല ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാന്നുള്ളത്, അതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അവിടെ നമുക്ക് ഇനി നമ്മളൊന്ന് ഫോളോ ആയി പോകുക, അല്ലെങ്കിൽ നമ്മൾക്കൊന്ന് റിവേഴ്സായി, അല്ലെങ്കിൽ നമ്മുടെ ഇത് വന്നാലും നമ്മുടെ ക്യാപിറ്റലിന് അവിടെ ഒന്നും പറ്റാത്ത രീതിയിൽ അത് ചെറിയൊരു ലിമിറ്റഡ് ലോസിലൊക്കെ നമുക്ക് അത് സെറ്റ് ചെയ്തും കൊണ്ട് നമുക്ക് നല്ല ടാർഗറ്റ് സെറ്റ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനത്തെ ട്രേഡ്സ് കാര്യങ്ങളിലേക്ക് നിങ്ങളും നിങ്ങളുടേതായ സെർച്ചൊക്കെ തുടരുക. ഡൗട്ട്സും ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുമെന്നും വിശ്വസിക്കുകയാണ്. ആൻഡ് വീഡിയോ കണ്ടതിന് എന്തായാലും താങ്ക്സ് ആൻഡ് ഫുൾ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.